സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ വന്നിരിക്കുന്ന ഒരു കാര്യം, നിങ്ങളെ ഇന്ന് അറിയിക്കാൻ വന്നിരിക്കുന്ന ഒരു കാര്യം, ഒരു വർഗീയവാദിയെ പറ്റി പറയാനായിട്ടാണ്. അതെ, BJPയുടെ അല്ലെങ്കിൽ സംഘികളുടെ ഒരു മൂത്ത സംഘിയായിട്ടുള്ള തലവനായിട്ടുള്ള ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വർഗീയവാദി കാണിച്ചു കൂട്ടുന്ന പരാക്രമങ്ങൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗുരുവായൂർ മണ്ഡലത്തിൽ MLA ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന ഗോപാലകൃഷ്ണൻ പറഞ്ഞ കുറേ അധികം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ ഗോപാലകൃഷ്ണൻ എടുത്തു പറഞ്ഞത് വർഗീയതയാണ്. മതത്തിന്റെ പേരിലും രാഷ്ട്രീയത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും നിറത്തിന്റെ പേരിലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പല ആളുകളെ കണ്ടില്ല എന്ന് നടിക്കുന്ന, അല്ലെ കണ്ടുകൂടാത്ത, തൊട്ടുകൂടാത്ത, തീണ്ടുകൂടാത്ത അങ്ങനെയുള്ള കുറച്ച് ആളുകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ തൊട്ടുകൂടായ്മ, തീണ്ടല് അങ്ങനെയൊക്കെയുള്ള പറയുന്നത് പോലെ അങ്ങനത്തെ ചിന്താഗതിയും പേര് നടക്കുന്ന കുറെ മനോവൈകല്യമുള്ള ആളുകളുടെ ഒരു സംഘത്തിനെയാണ് സംഘികളെന്ന് നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആയതാണ്. നേരത്തെ അങ്ങനെ എല്ലാവരും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ നാട്ടിൽ നല്ല ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന കുറച്ച് വർഗീയവാദികളെ പറ്റിയാണ് നമ്മളിവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പൊ ഗോപാലകൃഷ്ണൻ പറഞ്ഞത്, ഗുരുവായൂർ ഒരു ഹിന്ദു MLA ഇല്ല, ഹിന്ദു MLA ഉണ്ടെങ്കിൽ മാത്രമേ ഗുരുവായൂർ അമ്പലത്തിന്റെ കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കുകയുള്ളൂ, സുഗമമായ നടത്തിപ്പിന് വേണ്ടിയിട്ട് ഒരു ഹിന്ദു MLA അനിവാര്യമാണ്, അതിനു വേണ്ടിയിട്ട് എന്നെ നിങ്ങൾ വിജയിപ്പിക്കൂ. ഞാൻ ഈ ഗുരുവായൂർ ദേവസ്വം ബോർഡിനെ അല്ലെ ഗുരുവായൂർ ക്ഷേത്രത്തിനെ ആഗോളതലത്തിലേക്ക് ഉയർത്തും. പത്മനാഭസ്വാമി ക്ഷേത്രം പോലെ ഗുരുവായൂർ ക്ഷേത്രത്തിനെ ഞാൻ ഉയർത്തും, എന്നെ ജയിപ്പിച്ചു തരൂ എന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടിയിട്ട് അടിച്ചിറക്കിയ പോസ്റ്ററൊക്കെ നമ്മൾ കണ്ടിരുന്നു. അതിലൊരു വിവാദപരമായിട്ടുള്ള അല്ലെങ്കിൽ അതിലൊരു കോമഡി ആയിട്ടുള്ള ഒരു പോസ്റ്റർ ഞാൻ നിങ്ങളിപ്പോൾ കാണിച്ചു തരാം. ആ പോസ്റ്റർ വെച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടായിരുന്നോ അല്ലെ നിങ്ങൾ കാണുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വർഷങ്ങൾക്ക് മുൻപ് തൊട്ട് ഇന്ന് വരെയുള്ള MLA മാരുടെ പേര് ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് ആ ഒരു ബാനർ വെച്ചിരിക്കുന്നത്. നാണമില്ലാത്ത, ലേശമെങ്കിലും ഉളുപ്പില്ലാത്ത വൃത്തികെട്ട സാമാനങ്ങൾ എന്ന് ഇവന്മാരെ പറയാനുള്ളൂ. ഞാനത് നിങ്ങളത് കാണിച്ചു തരാം. ഇതൊന്ന് ചാവക്കാട് പോയപ്പോ കണ്ട ഒരു ഫ്ലെക്സ് ആട്ടാ. ഇത് നിങ്ങൾ കാണുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാപ്ഷൻ വീഡിയോ സൈഡിലാണ്. ഗൈസ്, ഇത് ഇന്ന് ചാവക്കാട് പോയപ്പോ കണ്ട ഒരു ഫ്ലെക്സ് ആട്ടാ. ഇത് നിങ്ങൾ കാണുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പഴയ MLA മാരെ പേരും കൊടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് ഇവർ എന്താണ് ഉദ്ദേശിക്കുന്നത് ഒന്ന് കറക്റ്റ് ആയിട്ട് അറിയുന്നവരൊന്ന് പറഞ്ഞു തരുമോ? ഇത് മാറണമെന്നും കൊടുത്തിട്ടുണ്ട്. പേര് മാറ്റാൻ വേണ്ടിയിട്ടാണോ അവര് ഗുരുവായൂർ മത്സരിക്കാൻ വരുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടാ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടാ. കണ്ടില്ലേ, ഇത് നിങ്ങൾ കാണുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് കൊടുത്തിരിക്കുന്ന പേരുകൾ ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ഗുരുവായൂർ MLA മാർ: BVS തങ്ങൾ, PKK ബാവ, PKK ബാവ 87, 91 PM അബൂബക്കർ, 96 PT കുഞ്ഞുമുഹമ്മദ്, 2001 PKK ബാവ, പിന്നെ 2006 KV അബ്ദുൽ ഖാദർ, 2011 KB അബ്ദുൽ ഖാദർ, 2016 അബ്ദുൽ ഖാദർ, 21 NK അക്ബർ. 2026 ആര് എന്ന് ചോദിച്ചുകൊണ്ടാണ് ആ ഒരു പോസ്റ്റിൽ അല്ലെങ്കിൽ ആ ഒരു ബാനറിൽ അടിച്ചിറക്കി വിട്ടിരിക്കുന്നത്. 2026 ഗോപാലകൃഷ്ണൻ അണ്ണൻ ആണ് എന്ന് വിചാരിച്ചുകൊണ്ടും കൂടിയാണ് അടിച്ചിറക്കി വിട്ടിരിക്കുന്നത്. എൻ്റെ പൊന്ന് വർഗീയവാദി, നിന്നെ ഒന്നും ജയിപ്പിച്ചു വിടാനുള്ള അത്രമാത്രം മനോഗതി അല്ലെ അത്രമാത്രം മനോവൈകല്യമൊന്നും അവിടെയുള്ള ജനങ്ങൾക്കില്ല, ഗുരുവായൂരുള്ള ജനങ്ങൾക്കില്ല എന്ന് ഞാൻ പറഞ്ഞു വരികയാണ് കേട്ടോ. അതായത് ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ അഹോരാത്രം പണിയെടുക്കുകയാണ്, ഹിന്ദുക്കളെ ഞങ്ങൾ കെട്ടിപ്പിടിച്ചും വാരിപ്പുണർന്നും ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് വലിയൊരു ഹിന്ദു രാഷ്ട്രം പടുത്തുയർത്തുമെന്നൊക്കെ പറയുന്ന ഒരു കൂട്ടം ആളുകൾ. വേറൊരു കമൻറ്റ് ഞാൻ കണ്ടത്, വേറൊരു പോസ്റ്റ് ഞാൻ കണ്ടത്, വരും ശോഭ വളരും പാലക്കാട്, 50 വയസ്സിന് മുകളിലുള്ളവർക്ക് തീർത്ഥാടന യാത്ര അല്ലെ തീർത്ഥാടന യാത്രകൾക്ക് 16,000 രൂപ, NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനെ വിജയിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റ് ഞാൻ കണ്ടു. അതായത് പെൻഷൻ നേരെ കൊടുക്കാനായിട്ട് കഴിവില്ലാത്തൊരു ടീമാണ്. പെൻഷൻ കൊടുക്കുന്ന കേരള സർക്കാരാണെന്ന് വേണമെങ്കിൽ പറയും. പെൻഷൻ എല്ലാ മാസവും മുടങ്ങാതെ കൊടുക്കുന്നുണ്ട് കേരള സർക്കാർ എന്ന് പറയുമ്പോൾ അത് കേന്ദ്രത്തിന്റെ കഴിവ് കൊണ്ടാണെന്ന് പറയുന്ന ആളുകൾ ഇത് നമ്മൾ പറയുമ്പോൾ പറയും, നിനക്ക് എന്തറിഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്, കേരളമല്ലേ പെൻഷൻ കൊടുക്കേണ്ടത്, കേന്ദ്രമാണെന്ന് ചോദിക്കും. മര്യാദയ്ക്ക് പറയുന്ന കാര്യങ്ങൾ പാലിക്കാൻ കഴിവില്ലാത്തൊരു കേന്ദ്ര ഗവൺമെന്റ് പറയുകയാണ് ക്ഷേത്ര ദർശനത്തിന് പോകുന്ന ആളുകൾക്ക് 16,000 രൂപ കൊടുക്കുന്നു. ക്ഷേത്ര ദർശനമാണോ ഈ നാട്ടിലെ ഏറ്റവും വലിയ അനിവാര്യമായിട്ടുള്ളൊരു കാര്യം? അതിദാരിദ്ര്യം മാറ്റണമായിരുന്നു നമ്മുടെ നാട്ടിൽ. അതിദാരിദ്ര്യം ഉള്ളൊരു നാടായിരുന്നു കേരളം, അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലും അങ്ങനെ തന്നെയാണ്, കേരളത്തിൽ അതും കൂടുതലായിരുന്നു. അങ്ങനെയുള്ളൊരു കേരളത്തിനെ അതിദാരിദ്ര്യം മുക്ത കേരളമാക്കുകയും, ദാരിദ്ര്യം ഇന്നും നിലനിൽക്കുന്നുണ്ടില്ലെന്നല്ല, അതിദാരിദ്ര്യം ഇന്ന് നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ ആക്കിയെടുത്ത ഒരു കേരള സർക്കാർ ഇവിടെ ഉണ്ട്. ആ കേരള സർക്കാർ പോലും തീർത്ഥാടനത്തിനൊന്നും വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അത് വേറൊരു കാര്യം. തീർത്ഥാടനമല്ല മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യം. ഭയം, ഭക്തി, ബഹുമാനം, ഈ മൂന്നും ഉണ്ടെങ്കിൽ ഒരു മനുഷ്യൻ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുള്ളൂ. ഭക്തിക്ക് മാത്രം ഊന്നൽ കൊടുത്തുകൊണ്ട് ഭക്തരുടെ കൂടെയാണ് ഞങ്ങൾ, കേരളത്തിലെ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് മാത്രം പണിയെടുക്കുന്നവരാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രത്യേക മതവിഭാഗത്തിനൊപ്പം മാത്രം നിൽക്കുന്ന പ്രത്യേക താല്പര്യം, അതെന്തിൻ്റെ പേരിലുള്ളതാണെങ്കിലും അതങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല.
അപ്പോൾ നമുക്ക് ഗോപാലകൃഷ്ണൻ ജി ഇന്ന് ഒരു കൊല പഴവുമായിട്ട് ഗുരുവായൂരപ്പനെ സേവിക്കാനായിട്ട് പോകുന്നൊരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. അത് നിങ്ങളെ കണ്ടപ്പോൾ തന്നെ കാണിക്കണം എന്ന് വിചാരിച്ചാണ് ആ വീഡിയോ ഞാനൊന്ന് കാണിച്ചത്. അതിലെടുത്ത് പറയുന്നത്, എനിക്കല്ലേ പോകാൻ പറ്റൂ, ഞാൻ കയറുന്ന പോലെ മറ്റുള്ളവർക്ക് കയറാൻ പറ്റും, ഞാൻ ജന്മിയല്ലേ, ജന്മിയുടെ മോനല്ലേ, വി ഗോപാലകൃഷ്ണൻ ജി അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. കാണിച്ചു തരാം. സമർപ്പിച്ചിട്ട് ഭഗവാനെ കദളിക്കൊല സമർപ്പിച്ചിട്ട് ഇലക്ഷൻ പ്രചരണത്തിന് വീണ്ടും ഇറങ്ങണം. ഗുരുവായൂരപ്പനും കൂടെ വരുമായിരിക്കും. ഭഗവാനെ സമർപ്പിക്കാൻ എനിക്കല്ലേ പറ്റൂ. ബാക്കിയുള്ള സ്ഥാനാർത്ഥികൾക്ക് ഇങ്ങനെ ഞാൻ സമർപ്പിക്കണ്ടേ? പിന്നെ വേണം സമർപ്പിക്കാൻ വേണ്ടി പോകുന്നു. കൈക്കൂലി എന്ന് പറയുന്നത് ഭഗവാന് കൊടുക്കാൻ പറ്റുമോ? ഭഗവാൻ ഇങ്ങോട്ടാണ് തരണ്ടേ. നമ്മൾ ഭഗവാന് നമ്മുടെ ശരീരവും മനസ്സും നമ്മുടെ എല്ലാം സമർപ്പിച്ചിട്ടുള്ളതാണ്. കൈക്കൂലി കൊടുക്കുന്നത് ചില കാര്യങ്ങൾ കുറച്ച് കൊടുക്കുമ്പോഴല്ലേ. നമ്മളെ തന്നെ ഭഗവാന് സമർപ്പിച്ചിട്ടുള്ള ഭഗവാന് കൊടുക്കുന്ന കൈക്കൂലി നമ്മളെ തന്നെയാണ്. അത് നമ്മൾ സമർപ്പിക്കപ്പെട്ടത്. എല്ലാ മാസവും ഇവിടെ വന്ന് ശയനപ്രദക്ഷിണം എടുക്കുന്ന ആളാണ് ഞാൻ. എല്ലാ മാസവും ഇവിടെ വന്ന് തൊഴുത് ഭഗവാന് കദളിക്കൊല കൊടുക്കുന്നതാണ്. എന്നെ ഇവിടം വരെ എത്തിച്ചത് ഗുരുവായൂരപ്പനാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. താൻ പാതി ദൈവം പാതി. അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് ടെൻഷനൊക്കെ പകുതി ഗുരുവായൂരപ്പനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. എല്ലാം ഗുരുവായൂരപ്പൻ നോക്കോ? താൻ പാതി ദൈവം അല്ല, താനില്ല, ഒക്കെ ഭഗവാനല്ല. ഓ എന്റെ പൊന്നോ, ഇവിടെയുള്ള നാട്ടിലെ ആളുകള് ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് അഭ്യർത്ഥിക്കുമ്പോൾ ഇവിടെ ഒരു കൂട്ടം ആളുകൾ മാത്രം മതം പറഞ്ഞും രാഷ്ട്രീയം പറഞ്ഞും ജാതീയത പറഞ്ഞുകൊണ്ടും ഇലക്ഷന് വേണ്ടിയിട്ട് മത്സരിക്കുന്നു. ഇത്രയും പ്രായമൊക്കെ ആയില്ലേ ഗോപാലകൃഷ്ണൻ അണ്ണ, എന്നിട്ടും ഇപ്പോഴും മതം, രാഷ്ട്രീയം, ഈ ജാതി ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കാനേ പറ്റുന്നുള്ളോ? വേറെ ഒന്നുമില്ല പറയാൻ. ശബരിമല വിഷയം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ BJP UDF കൂടി ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. UJP ആയിട്ടുണ്ട്. ഇവർ പറയുന്നത് CJP ആണെന്നാണ്. അതായത് CPIM അതേപോലെ തന്നെ BJP ഒരുമിച്ച് ചേർന്നുകൊണ്ട് കളിക്കുന്ന കളിയാണെന്ന് UDF പറയുമ്പോഴും UDF BJP കൂടെ ഒരുമിച്ച് കളിക്കുന്ന കളികളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. CJP അല്ലെങ്കിൽ UJP എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. CJP എന്ന് പറയാൻ പറ്റില്ല, UJP എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. സ്വർണം കട്ടത് ആരപ്പ സഖാക്കളാണ് അയ്യപ്പ എന്ന് പറയുന്നൊരു പാട്ടെടുത്തുകൊണ്ട് എല്ലാം കൂടി ഇങ്ങോട്ട് കൊട്ടി കൊഴിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ കൂട്ടത്തിലുള്ള ആളുകൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് നമ്മളൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ നടയിൽ ഈ കദളിക്കൊല സമർപ്പിക്കാനുള്ളൊരു കഴിവ്, അല്ലെ അത് സമർപ്പിക്കാനുള്ള യോഗ്യത എനിക്ക് മാത്രമല്ലേ ഉള്ളൂ എന്നാണ് ഗോപാലകൃഷ്ണൻ പറയുന്നത്. അതിൽ തന്നെ വർഗീയതയില്ലേ? ഇത്രയും വർഗീയ പരാമർശങ്ങൾ നടത്തിയിട്ടും ഇലക്ഷൻ കമ്മീഷൻ ഇവനെതിരെ കേസെടുക്കുന്നു എന്ന് പറഞ്ഞിട്ടും ഇയാൾക്കെതിരെ കേസെടുക്കുന്നു പറഞ്ഞിട്ടും ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിലുള്ള വർഗീയത തുപ്പിക്കൊണ്ട്, വർഗീയ വിഷം തുപ്പിക്കൊണ്ട് ഇവന്മാരെ പോലെയുള്ളവന്മാരെ ഇറങ്ങിത്തിരിക്കുന്നത്. ഇത് കണ്ടിട്ടെങ്കിലും കേരളത്തിലെ ജനങ്ങൾ, പ്രബുദ്ധ കേരളത്തിലെ ജനങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇവർ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെയാണ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നതെന്നും ഇവർ വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യാൻ, എന്തൊക്കെയാണ് ഇവരുടെ മുന്നിലുള്ളത്, എന്തൊക്കെയാണ് ഇവരുടെ ലക്ഷ്യമെന്നും നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഹിന്ദു രാഷ്ട്രം പടുത്തുയർത്തുമ്പോൾ അവിടെ അടി കിട്ടുന്നത്, അല്ല അവിടെ പണി കിട്ടാൻ പോകുന്നത് ആർക്കാണ്? ഹിന്ദുക്കളല്ലാത്ത മറ്റ് മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കാണ്. അങ്ങനെയുള്ള മറ്റ് മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ അവർക്കിട്ട് പണി കൊടുക്കാൻ വേണ്ടി തന്നെ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ തവണ മികച്ച നടനുള്ള അവാർഡ് മമ്മൂക്കയ്ക്ക് കിട്ടിയ സമയത്ത് തന്നെ ആസിഫ് അലിക്കും അതേപോലെ ടൊവിനോയ്ക്കും പല ആളുകൾക്കും ഈ ഒരു അവാർഡ് കിട്ടി. അങ്ങനെ കിട്ടിയപ്പോൾ ഈ സംഘികളുടെ പുത്രികളായിട്ടുള്ള ലസിത പാലക്കിലും ഷൈനി മധുസൂദനും ഒക്കെ രംഗത്തേക്ക് വന്നിട്ട് പറഞ്ഞത് ഇത്തവണത്തെ അവാർഡുകളെല്ലാം കാക്കമാർക്കാണ് കിട്ടിയിരിക്കുന്നത്, ഹിന്ദുക്കൾക്കൊന്നും കിട്ടിയില്ല എന്നാണ്. ഇങ്ങനത്തെ വർഗീയതയാണ് ഇവരുടെ എല്ലാം ഉള്ളിലുള്ളത്. വർഗീയതയാണ് ഇവരുടെയൊക്കെ മുഖമുദ്ര, അല്ലാതെ ഈ നാട്ടിലെ വികസനമൊന്നുമല്ല. അങ്ങനെ വർഗീയതയും കെട്ടിപ്പിടിച്ചുകൊണ്ട് വർഗീയതയുടെ അങ്ങേയറ്റവും തൂക്കി പേറിക്കൊണ്ട്, അല്ലെ വർഗീയത അട്ടിപ്പേർ അവകാശവും നേടിയെടുത്തുകൊണ്ട്, ഈ ഹിന്ദുക്കളുടെ അട്ടിപ്പേർ അവകാശവും നേടിയെടുത്തുകൊണ്ട് ഞങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടുള്ളവരാണ്, ഞങ്ങളില്ലെങ്കിൽ ഹിന്ദുക്കളില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാദിക്കുന്ന ഒരു കൂട്ടം മൂഢന്മാരും മണ്ടന്മാരും മാത്രമുള്ളൊരു സംഘടന അതിവിടെ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. എന്നാലും ഇങ്ങനെയുള്ള വർഗീയവാദികൾ ജയിക്കണോ അല്ലെങ്കിൽ ഇവന്മാരെയൊക്കെ ജയിപ്പിക്കണോ എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതിയാവും. എന്തായാലും ഓക്കെ, ഇതൊക്കെയാണ് ഇവരുടെയൊക്കെ ഉള്ളിലുള്ള ആശയങ്ങൾ, ആഗ്രഹങ്ങൾ. ഇതൊക്കെ കണ്ടും കേട്ടും അറിഞ്ഞും ഒക്കെ നിങ്ങൾ വോട്ട് ചെയ്യുക. വോട്ട് ചെയ്യുമ്പോൾ നോക്കിയും കണ്ടും ചെയ്തില്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരും. അങ്ങനെ പിന്നീട് റിഗ്രറ്റ് അടിക്കാതെ ദുഃഖിക്കാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാം നോക്കിയും കണ്ടും ചെയ്യുക. വിരൽ തുമ്പിൽ മഷി പടരുമ്പോൾ ആ മഷി എന്തിനു വേണ്ടിയായിരിക്കണം, എന്ത് വികസനങ്ങൾക്ക് വേണ്ടി ആയിരിക്കണമെന്ന് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഒന്ന് തീരുമാനിക്കുക. ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.